ശരി, ശ്രീ നിസാം സയ്യിദ്, താങ്കൾ എത്രത്തോളം യോജിക്കുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ എങ്ങനെ സജ്ജമാകണം എന്ന കൃത്യമായ ആലോചനകൾ യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ട്? ഈ പറയുന്ന പ്രത്യയശാസ്ത്ര വ്യക്തത വരുത്തുന്നു. കാരണം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനമാണ്. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മാത്രം വേണ്ട കാര്യമല്ല. കോൺഗ്രസിലെ നേതാക്കളാണ് പിന്നീട് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളായി മാറിയിട്ടുള്ളതെന്ന് യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. മൃദു ഹിന്ദുത്വം എന്നുള്ള ചീത്തപ്പേര് ആവോളം കോൺഗ്രസിനുണ്ട് താനും. അതിനിടയിലാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കേണ്ട കാര്യം. അത് വഖഫ് ബോർഡ് വിഷയത്തിലായാലും അതോടൊപ്പം ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ട കാര്യത്തിലായാലും ഓർഗനൈസറുടെ ലേഖനത്തിന്റെ കാര്യത്തിലായാലും അദ്ദേഹം രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഈ പുതിയ കാലത്ത് തിരഞ്ഞെടുപ്പുകളെ എങ്ങനെ നേരിടണം, അതിൽ നമ്മൾ എങ്ങനെ സജ്ജമാകണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടോ? സ്മൃതി, കഴിഞ്ഞുപോയ AICC സമ്മേളനം 4 കാരണങ്ങൾ കൊണ്ട് സവിശേഷമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ പാർട്ടികൾ അവരുടെ വലിയ സമ്മേളനങ്ങൾ നടത്തുന്നത് അവർക്ക് അധികാരമുള്ളിടത്താണ്, അവർ ഭരണത്തിലുള്ളിടത്താണ്. ഇവിടെ കോൺഗ്രസ് 30 വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് AICC സമ്മേളനം നടത്താൻ തീരുമാനിക്കുന്നു എന്നുള്ളത് വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ തയ്യാറായ ഒരു പാർട്ടി എന്ന സന്ദേശം പൊതുവെ പൊതുസമൂഹത്തിന് നൽകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമതായി, BJP കയ്യേറാൻ ശ്രമിക്കുന്ന ഗാന്ധിജിയുടെയും പട്ടേലിന്റെയും ലെഗസി വീണ്ടെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തമായി സ്വാതന്ത്ര്യ സമര സേനാനികളില്ലാത്ത BJP അല്ലെങ്കിൽ RSSും കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവരുടേതാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ പട്ടേലിന്റെ നാട്ടിൽ ചെന്ന് പട്ടേലിന്റെ ലെഗസി വീണ്ടെടുക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഐഡിയോളജിക്കൽ ക്ലാരിറ്റി കൃത്യമായി കോൺഗ്രസിന് ഉണ്ടാകുന്നു എന്നുള്ളത്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ നേരിടേണ്ടത് സാമൂഹ്യ നീതിയിൽ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയം കൊണ്ടാണ് ആവണം എന്നുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ വ്യക്തത ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കുറേ നാളായി രാഹുൽ ഗാന്ധി പറയുന്നതാണ്. അതിൻ്റെ ജാതി സെൻസസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സമ്മേളനത്തിലുള്ളൊരു പ്രത്യേകത, ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് ജാതി സെൻസസ് നടപ്പാക്കുകയും അതനുസരിച്ചുള്ള സംവരണങ്ങൾ നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് തങ്ങൾ പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്നൊരു സന്ദേശം കൊടുത്തതിന് ശേഷമാണ്, ദേ ആർ വോക്കിംഗ് ദ ടോക്ക് എന്നുള്ള ഒരു സന്ദേശം കൊടുത്തതിന് ശേഷമാണ് ഈ സമ്മേളനം നടക്കുന്നത്. അതുപോലെ തന്നെ സംഘടനാപരമായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. സംഘടനാപരമായ മാറ്റങ്ങൾ കേരളത്തിൽ ബാധിക്കില്ലെങ്കിലും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബാധിക്കും. പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും DCC പ്രസിഡന്റുമാരുമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും നേരിട്ട് സംവദിക്കുന്ന മീറ്റിങ്ങുകളുണ്ടാകും. ഇങ്ങനെ പല പ്രത്യയശാസ്ത്രപരമായി, സംഘടനാപരമായി, ചരിത്രപരമായി ഒക്കെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ള ചോദ്യത്തിന് പ്രത്യയശാസ്ത്രപരമായി തന്നെ ഇത് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പറ്റുകയുള്ളൂ എന്നുള്ള സന്ദേശമാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. കാര്യം BJPയുടെ വർഗീയതയെ നേരിടുവാൻ, സാമൂഹിക നീതിയിൽ അടിസ്ഥാനമായ ഒരു പാൻ ഹിന്ദുത്വയെ നേരിടുവാൻ, ഒരു കുറച്ചുകൂടി വ്യത്യസ്തമായ ഹിന്ദു സമൂഹത്തിനുള്ളിൽ തന്നെ അവശതകൾ അനുഭവിക്കുന്ന ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പാർട്ടി ഞങ്ങളാണ് എന്നുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ട് മാത്രമേ പാൻ ഹിന്ദുത്വയെ നേരിടാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യമാണ്. ശരി, ശ്രീ നിസാം സയ്യിദ്, താങ്കൾ ഇടയ്ക്ക് പറഞ്ഞു പോയത് ഈ സംഘടനാപരമായ മാറ്റങ്ങൾ അത് കേരളത്തിനും ബാധകമാണ്. മറ്റ് സംസ്ഥാനങ്ങൾ എന്ന പോലെ കേരളത്തിലും അത് സംഭവിക്കും. കേരളത്തിൽ ഇതിൽ സംഭവിക്കില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു വിഭാഗമെങ്കിലും ഉണ്ട്. ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഇപ്പോൾ RSSും BJP ആണല്ലോ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. അതിലാണ് ഊന്നിയിട്ടുള്ളത് നേതാക്കൾ. ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ എന്താണ് BJPയുമായി ബന്ധപ്പെട്ട്, RSSുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്താണ്? ചില വിഷയങ്ങൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം എന്താണ് മറുപടി നൽകിയത്? എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിഷേധം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാണെന്ന് പോലും അദ്ദേഹത്തിന് ബോധ്യമില്ല. അപ്പോൾ ഒരു മാറ്റം ഇവിടെയും അനിവാര്യമല്ലേ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം RSSനെ സംബന്ധിച്ച് K. സുധാകരൻ പറഞ്ഞത്, എനിക്ക് വേണമെങ്കിൽ ഞാൻ RSSൽ പോയേനെ, പക്ഷെ ഞാൻ പോകില്ല, എൻ്റെ രാഷ്ട്രീയം അതല്ല എന്നുള്ളതാണ്. ആ ഇൻ്റർവ്യൂവിൻ്റെ മുഴുവൻ ഭാഗവും കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത്. ആ ഇൻ്റർവ്യൂ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ ഞാൻ ശ്രുതിക്കായി എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിലുള്ള മറുപടിയാണ് ഞാൻ ചോദിച്ചത്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് CPMനെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട
എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് പ്രതികരിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എമ്പുരാൻ സിനിമ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട സിനിമയാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കോൺഗ്രസിന് മാത്രമാണ് വർഗീയതയെ ചെറുക്കാൻ കഴിയുന്നത് എന്ന സന്ദേശമാണ് എമ്പുരാൻ നൽകുന്നത് എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. ശരി, അത് വ്യക്തിപരമായി എന്നല്ല, കോൺഗ്രസിലെ മറ്റു നേതാക്കളൊക്കെ പ്രതികരിച്ചു. ഞാൻ ചോദിക്കുന്നത് ഒരു സോറി ഫിഗർ ആവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇവിടെ സംസ്ഥാന അധ്യക്ഷനാണ്, അതുമായി ബന്ധപ്പെട്ടാണ് ഈ പുനഃസംഘടന എല്ലായിടത്തും നടക്കുന്നു, ഇവിടെ നടക്കാൻ പോകാത്ത ഒരു കാര്യം എന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുമ്പോൾ അതുകൂടി വിമർശിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതുകൂടി ചോദിച്ചത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.